ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? ഇന്ന് ഞാൻ ഓവർ ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ മനു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മനു വിളിച്ചത്. അപ്പോൾ മനു പുതിയ ജോലിയിലേക്ക് മാറി. കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മനു ഇങ്ങോട്ട് ജോലി കിട്ടി വന്നതോടുകൂടി എനിക്ക് ഇൻട്രസ്റ്റ് കൂടിയതായിരുന്നു. പക്ഷേ കുറച്ച് ബിസി ആയിരുന്നുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും വരാതിരുന്നത് കേട്ടോ. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. മനു പുതിയ ജോലി കിട്ടി നല്ലൊരു സ്ഥലത്തേക്ക് മാറാണ്. മനുവിന് ആദ്യം ജോലി കിട്ടിയത് ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്തായിരുന്നു, മൗണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു. ഇപ്പോൾ പുതിയ ഒരു നല്ലൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടി പോവാണ്. ഫാമേഴ്സ്റ്റൺ നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്കും ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ കയറാം. ഇപ്പോൾ പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് കേൾക്കാം. അതായത് സീക്ക് വഴിയും ഇൻഡീഡ് വഴിയൊക്കെ അപ്ലൈ ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മനു ആദ്യം ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഇപ്പോൾ അവിടെ റീസൈൻ ചെയ്തിട്ടേ ഉള്ളൂ, നോട്ടീസ് പീരീഡ് ഉണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ തന്നെ സീക്ക് വഴി ജോലിക്ക് അപ്ലൈ ചെയ്ത് വന്ന ഒരു ജോർജ് ഉണ്ട്. അപ്പോൾ ജോർജ് പറഞ്ഞ പ്രകാരം ഒരുപാട് ജോബ്സിന് 100-150 ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ജോർജിന് ജോലി കിട്ടിയത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? ഇത്രയും പേർക്ക് ഇങ്ങോട്ട് വരാമെങ്കിൽ നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങുക, കഠിനമായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഒരുപാട് കാലം ശ്രമിച്ച് അതിന് ശേഷമാണ് എനിക്ക് ഇതുപോലുള്ള ഒരു അവസരം ഇവിടെ കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ ആ സമയത്ത് ഒരു 30 വയസ്സൊക്കെ ഉള്ള സമയം മുതൽ ഞാൻ ഇതിനു വേണ്ടിയൊക്കെ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമൊന്നും ഉണ്ടായിരുന്നില്ല. പോലുള്ള രാജ്യത്ത് വന്നെത്താനായിട്ട് സാധിച്ചത് പിന്നീടാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെറുപ്പമാണ്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തോളുക. നിങ്ങളുടെ CV-യും കവർ ലെറ്ററും ഒക്കെ ഒന്ന് മാറ്റി എഴുതുക. ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് ആ ഭാഗം നോക്കുക. എല്ലാവരും ആ ഭാഗം സ്കിപ്പ് ചെയ്യുകയാണ് പതിവ്. എന്താണ് ജോലി, അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു CV-യും ഒരു കവർ ലെറ്ററും വെച്ചാണ് സാധാരണ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് കേട്ടോ. ഒരു ജോലിക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു CV. അടുത്ത ജോലിക്ക് ഒന്നുകൂടി തിരുത്തി എഴുതിയ മറ്റൊരു ആപ്ലിക്കേഷൻ, മറ്റൊരു CV. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. അപ്പോൾ CV-യും കവർ ലെറ്ററും തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. എന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരു എംപ്ലോയറെ കണ്ടെത്തുക. ആ എംപ്ലോയർ സ്പോൺസേർഡ് ജോബ്സ് കൊടുക്കുന്ന എംപ്ലോയർ ആയിരിക്കണം. റിമോട്ട് ഏരിയാസിലൊക്കെ ആണെങ്കിൽ ആളുകൾ പോകാനായിട്ട് മടി കാണിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് സൗകര്യം. ഞാൻ നേരത്തെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ന്യൂസിലൻഡിലെ എല്ലാ എംപ്ലോയേഴ്സിൻ്റെയും സ്പോൺസേർഡ് ആയിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെയും ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത അതുപോലുള്ള എംപ്ലോയേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി ജോലിക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ജോർജ് കൂടി ഇങ്ങോട്ട് വന്നില്ലേ, അതുപോലെ ഒരുപാട് പേര് വരാൻ കാത്തിരിക്കുന്നുണ്ട്. സന്തോഷ വാർത്തകൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ട് തോന്നുന്നില്ലേ? നിങ്ങൾക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പായില്ലേ? ഇപ്പോൾ സീക്ക് വഴി ഇൻഡീഡ് വഴിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, എല്ലാം ഡിക്ലെയർ ആണ് വരുന്നത്. ഡിക്ലെയർ വരുന്നതൊക്കെ സ്വാഭാവികം. ഇവിടെയുള്ള ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഡിക്ലെയർ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജോലികൾക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. ഓസ്ട്രേലിയയിലാണെങ്കിൽ പുതിയ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ വെസ്റ്റേൺ ഓസ്ട്രേലിയയില് ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ഡോക്ടറും നഴ്സും മാത്രമല്ല, ഒരുപാട് ജോലിക്കാരെ ആവശ്യമുണ്ട്. അതുകൂടാതെ രജിസ്ട്രേഷൻ ഇല്ലാത്ത നഴ്സുമാർക്കും ജോലിക്ക് വരാം. എങ്ങനെയാന്ന് വെച്ചാല് അവർ താഴെയുള്ള ജോലിക്ക് വേണ്ടി മാത്രമേ ശ്രമിക്കാവൂ. കെയറായിട്ടോ കെയർ അസിസ്റ്റന്റ് ആയിട്ടോ ഉള്ള ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. അത് കിട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വളരെ എളുപ്പത്തിൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ജോബ്സും ഉണ്ട്. ഇതുപോലെ ഇപ്പൊ ഒരു ഹോട്ടലാണെങ്കിൽ ഹോട്ടലില് ഇപ്പൊ ജോർജ് ഒരു ഹോട്ടലിലേക്ക് ജോലി കിട്ടിയാണ് വന്നത്. അപ്പൊ അതുപോലുള്ള ഹോട്ടലുകളാണെങ്കിൽ ആ ഹോട്ടലിൽ പലതരത്തിലുള്ള ജോബ്സ് ഉണ്ടാവും. അവിടെ കിച്ചൺ ഹാൻഡിനെ ആവശ്യം ഉണ്ടാവും, അതുപോലെ ക്ലീനേഴ്സിന് ആവശ്യം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ജോബ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ
ഹൗസ് കീപ്പിങ്ങിൽ ആളുകളെ ആവശ്യമുണ്ടാവും. ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഈ ജോലികൾ കിട്ടും. ഇനി വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും ഈ ജോലികൾക്ക് കൂടി അപ്ലൈ ചെയ്യുക. നിങ്ങൾ നാട്ടിലെ പോലെ എല്ലാം വലിയ വലിയ ജോലി കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നെത്താൻ സാധിക്കും. സ്പോൺസേർഡ് ജോബ്സ് ഓസ്ട്രേലിയ, സ്പോൺസേർഡ് ജോബ്സ് ന്യൂസിലൻഡ് എന്ന് സീക്കിൽ ഇൻഡീഡിൽ ഒക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ആ ജോബിന് അപ്ലൈ ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ താഴെ ഒരു ലിങ്ക് ഇട്ടേക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. അപ്പം എല്ലാവരും വളരെ ബിസി ആയിട്ടൊക്കെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് തുടങ്ങിക്കോ കേട്ടോ. സന്തോഷ വാർത്തകളാണ് ഇനി കേൾക്കാനിരിക്കുന്നത് മുഴുവനും. ഇമിഗ്രേഷൻ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മനുവിന് ജോലി കിട്ടി വന്ന പോലെ, ജോർജിന് ജോലി കിട്ടി വന്ന പോലെ നിങ്ങൾക്കും അവിടെ എത്താൻ പറ്റും. ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബിൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ അതുകൂടാതെ ലോട്ടറി സിസ്റ്റത്തിലുള്ള മെയ്റ്റ്സ് വിസ, വർക്കിംഗ് ഹോളിഡേ വിസ ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ 2 പേരും അപ്ലൈ ചെയ്യുക. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പം തന്നെ മെയ്റ്റ്സ് വിസ ഡിസംബർ 30th വരെ ഉണ്ടെന്ന് തോന്നുന്നു സമയം. അതുപോലെ ഈ ഡിസംബറിൽ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഒരുപാട് പേര് ഈ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് റീസൈൻ ചെയ്തിട്ട് ഹോളിഡേയ്സിനൊക്കെ പോകും. ഇവിടെ തിരിച്ചു വന്നിട്ടേ പിന്നെ ജോലിക്ക് നോക്കുള്ളൂ. അപ്പോൾ ആ ഡിസംബർ ജനുവരി മാസത്തിലെ ജോലിക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. എംപ്ലോയേഴ്സ് എല്ലാം അലർട്ടായിരിക്കും. കാരണം എപ്പോഴാണ് ഇവർ രാജി കൊടുക്കുന്നതെന്ന് അറിയും. പുതിയ ജോലിക്കാരെ കണ്ടെത്തി വെക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് കോൺഫിഡൻ്റ് ആയി നിങ്ങളുടെ ജോലിക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കുള്ള ജോലികളാണ് ഇനി ഇരിക്കുന്നത് കേട്ടോ. അടുത്ത ചാൻസ് നിങ്ങൾക്കായിരിക്കും. വെറുതെ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാണ്ട് അത് മിസ്സാക്കരുത്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് നാൾ മുമ്പ് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ കുറേ കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തരത്തിലുള്ളൊരു അവസരം ഇവിടെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ഒരവസരമാണിത്. ഇപ്പോൾ ഇമിഗ്രേഷൻ കുറേ ഇളവുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന CV-യും കവർ ലെറ്ററും മറ്റൊരു ജോലിക്ക് ഉപയോഗിക്കരുത്. മറ്റൊരു ജോലിക്ക് വേണ്ടി എടുക്കരുത്. അതിൽ നിങ്ങൾ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് അതിലുള്ള സ്കിൽസൊക്കെ എഴുതി ചേർത്തിട്ട് വേണം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജോലി എംപ്ലോയർ വിളിച്ച് തന്നിരിക്കും. അപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ ഭാഗ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും വേഗം പോയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനിയും മടിച്ചിരിക്കേണ്ട, ആരോടും പറയാനും പോകണ്ട, അഭിപ്രായം ചോദിക്കാൻ പോകണ്ട. ഒക്കെ നെഗറ്റീവേ കിട്ടുള്ളൂ. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല വാക്കുകൾ മാത്രം പറയുക, ശുഭചിന്തകളായിരിക്കണം. മനസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ച ജോലി, നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടും. അത് തന്നെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ വീണ്ടും സന്തോഷ വാർത്തകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. പലരും ഇങ്ങോട്ട് വരാനിരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ see you. Bye bye.